ഇവനെ എന്തിന് പേടിക്കണം? നടൻ വിനായകൻ പൊതുസമൂഹത്തിന് തന്നെ അപകടകരമാകുന്ന വിധത്തിലാണ് പെരുമാറുന്നത്. ഇന്നും അയാളുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യം നടന്നിരിക്കുകയാണ്. അയാൾ ഒരു കുറ്റകൃത്യം ചെയ്യുന്നു, പോലീസ് കണ്ണടയ്ക്കുന്നു, ഇയാൾ വീണ്ടും സിനിമാ നടനാണെന്ന് പറഞ്ഞ് ഞെളിഞ്ഞു നടക്കുന്നു, വീണ്ടും ഇയാൾ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു, പോലീസ് കണ്ണടയ്ക്കുന്നു, വീണ്ടും സിനിമാ നടനാണെന്ന് പറഞ്ഞ് ഇയാൾ ഇങ്ങനെ ഞെളിഞ്ഞു നടക്കുന്നു. ഇതാണ് വിനായകൻ എന്ന് പറയുന്ന നടൻ കേരളത്തിൽ കാട്ടിക്കൂട്ടിയിരിക്കുന്നത്. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ഇന്നുവരെ ഇയാളെപ്പോലെ മോശമായി പെരുമാറിയ ഒരൊറ്റ നടനില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നിരന്തരമായ ശല്യം, ജനങ്ങൾക്ക് ശല്യം, പോലീസിന് ശല്യം, സമൂഹത്തിനാകെ തന്നെ ശല്യം. അത്തരത്തിൽ നിരന്തരമായിട്ടുള്ള കേസുകളും സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളും പൊതുസമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്ന വ്യക്തികളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള നിലപാടുകളുമൊക്കെയായി ഇയാൾ ഇങ്ങനെ അഴിഞ്ഞാടുമ്പോൾ നമ്മുടെ നിയമ സംവിധാനം എന്താണ് ചെയ്യുന്നത്? ഇതാണ് ഇവിടെ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഈ വിനായകൻ എന്ന് പറയുന്നയാൾക്ക് സിനിമയിൽ അഭിനയിച്ചത് കൊണ്ട് മാത്രമാണോ നിയമത്തിന്റെ ഈ പഴുതുകൾ പോലീസുകാർ ഒരുക്കി കൊടുക്കുന്നത്? അതോ നിയമത്തിന് അത്തരം പഴുതുകളുണ്ടോ? നമുക്ക് അറിയില്ല. ഏതായാലും വിനായകൻ ഇപ്പോഴും ഒരു സ്ത്രീത്വത്തെ അപമാനിച്ചിരിക്കുന്നു എന്ന കേസിൽ പെട്ടിരിക്കുകയാണ്. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന പരാതിയിലാണ് ഇപ്പോൾ വിനായകൻ എതിരായി FIR പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം കഴിഞ്ഞ വർഷം, അതായത് 2025 ജൂലൈയിലാണ് ബോംബെയിൽ ജോലി ചെയ്യുന്ന തഴക്കര സ്വദേശിയായിട്ടുള്ള ഒരാളുടെ പ്രായപൂർത്തിയാകാത്ത മകളുടെ ഫോട്ടോ ഈ ഒരു വൈകൃതക്കാരൻ, ഇയാൾക്ക് മനോവൈകൃതമാണെന്ന് പറയേണ്ടി വരും, അത്തരം ഒരു കൊച്ചുകുട്ടിയുടെ ഫോട്ടോ ഇയാൾ ഫേസ്ബുക്ക് വഴി പോസ്റ്റ് ചെയ്യുകയും അതിനെ അശ്ലീലപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു രീതിയിലാണ് അയാൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനെതിരെ ഈ പറയുന്ന ബോംബെ ജോലി ചെയ്യുന്ന തഴക്കര സ്വദേശി ബാലാവകാശ കമ്മീഷന് പരാതി കൊടുത്തു. അപ്പോൾ ഇന്നലെ ബാലാവകാശ കമ്മീഷന്റെ ഒരു സിറ്റിംഗ് ആലപ്പുഴയിൽ ഉണ്ടായിരുന്നു. ആ ആലപ്പുഴയിൽ ഈ പരാതി വന്നപ്പോൾ ബാലാവകാശ കമ്മീഷൻ പോലീസിനോട് ശുപാർശ ചെയ്യുകയായിരുന്നു ഈ വിനായകൻ എന്ന് പറയുന്ന ഇയാൾക്കെതിരെ FIR ഇടണം. അതിന്റെ അടിസ്ഥാനത്തിൽ FIR ഇടുകയും ചെയ്തു. ഇനി ആ പോലീസ് നടപടിയാണ് നമുക്ക് കണ്ടറിയേണ്ടത്. ഇയാളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. കാരണം ഇയാൾക്കെതിരായിട്ട് നേരത്തെ നടന്നിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളിലും ഇയാൾ കയ്യും വീശി നമ്മുടെ നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഇയാൾ തല ഉയർത്തി ഇങ്ങനെ നടന്നു വരികയാണ്. നിയമ സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നടന്നു വരികയാണ്. ഇയാൾ സിനിമയിലല്ലായിരുന്നെങ്കിൽ എന്ന് എത്രയോ തവണ ഇയാൾ അകത്ത് കിടക്കേണ്ടയാളാണ്. ഇയാൾ എത്രയോ ക്രിമിനൽ കേസുകൾ പ്രതിയാകേണ്ടയാളാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇയാളുടെ മുന്നിൽ മാത്രം മുട്ടുമടക്കുന്നത് നമ്മുടെ നിയമ സംവിധാനം എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. തീർന്നില്ല, ഓരോന്നോരോന്നായി നമുക്ക് എണ്ണി പറയാം. ഇനി 2025 ജനുവരിയിൽ, ഇപ്പോൾ ജൂലൈയിലെ സംഭവമാണ് ഈ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നത്. ഈ 2025 ജനുവരിയിൽ ഇയാള് ഉടുതുണിയില്ലാതെ പരസ്യമായി നഗ്നതാ പ്രദർശനം കാണിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. അന്ന് ഇയാളുടെ വായിൽ നിന്ന് വന്ന തെറി എന്ന് പറഞ്ഞാൽ ലോകത്തൊരാളും വിളിക്കാത്ത പുളിച്ച തെറിയാണ് ഇയാളെന്ന് വിളിച്ചത്. അത് നമ്മുടെ മറ്റുള്ളവരുടെ മാന്യത കൊണ്ട് മാത്രമാണ് ഇയാളെ അന്ന് കൈകാര്യം ചെയ്യാതെ വിട്ടത്. അത്രയ്ക്ക് സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തിയാണ് ഇയാൾ ചെയ്തത്. തുണി അഴിച്ച് കാണിക്കുക, പബ്ലിക്കായിട്ട് തുണി അഴിച്ച് കാണിക്കുക, അയലത്തുള്ളവരെ മുഴുവൻ പുളിച്ച തെറി വിളിക്കുക. അവരെത്രയോ മാന്യരായതുകൊണ്ടാണ് ഇയാളെ അന്ന് വെറുതെ വിട്ടത്. പക്ഷേ പോലീസ് ഇവിടെയും മൗനം പാലിച്ചു. പോലീസ് പറയുന്നത് ഞങ്ങൾക്ക് കേസ് ആയിട്ടുള്ള പരാതി കിട്ടിയില്ല, അതുകൊണ്ട് ഞങ്ങൾ കേസെടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് സ്വമേധയാ കേസെടുക്കേണ്ടതല്ലേ ഇതിന്? ഇയാൾ എന്നിട്ട് പിന്നീട് മാപ്പ് പറഞ്ഞു, FB വഴി മാപ്പ് പറയും. സ്ഥിരം പരിപാടിയാണ്. ഇയാൾ കുറ്റകൃത്യം ചെയ്യുന്നു, പിന്നീട് FBയിൽ വന്ന് മാപ്പ് പറയുന്നു. അതോടുകൂടി പോലീസ് അവിടെ അടങ്ങി നിൽക്കുന്നു. ഇയാൾ ഈ തുണി അഴിച്ച് കാണിച്ചതിന് ശേഷം പറഞ്ഞിട്ടുള്ളത്, സിനിമാ നടൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും പല വിഷയങ്ങളും കൈകാര്യം ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. എൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ എല്ലാ നെഗറ്റീവ് എനർജികൾക്കും പൊതുസമൂഹത്തോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ചർച്ചകൾ തുടരട്ടെ. എന്ത് ചർച്ചയാണ് തുടരാൻ? താൻ ഏത് ചർച്ചയുടെ കാര്യമോ പറയാം? തന്നെ കുറിച്ച് ചർച്ച ചെയ്യാനാണോ ഞങ്ങൾക്ക് നേരം? ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾക്ക് നേരം തന്നെപ്പോലുള്ള ഒരു ക്രിമിനൽ മനസ്ഥിതിയുള്ള ഒരാളുടെ കാര്യം ചർച്ച ചെയ്യാനാണോ ഞങ്ങൾക്ക് നേരം? ഇവിടുത്തെ കേരളീയർക്ക് അതല്ലടോ നേരം. ഇയാൾ പറഞ്ഞ ചർച്ചകൾ തുടരട്ടെ. എന്ത് ചർച്ച തുടരാനാണ്? എന്ത് ചർച്ച തുടരാനാണ് താൻ പറയുന്നത്? എന്നിട്ട് ഈ പോലീസ് ഈ ഒരു ഫേസ്ബുക്കിന്റെ പേരിലും ഇയാൾക്കെതിരെ പരാതിയില്ല എന്നതിന്റെ പേരിലും ഈ തുണി അഴിച്ച് കാണിച്ചതിനും ഈ പുളിച്ച തെറി വിളിച്ചതിനും ഒരു പെറ്റി കേസ് പോലും രജിസ്റ്റർ ചെയ്തില്ല.
ഇനിയുണ്ട് 2023 കാര്യം. ഹൈദരാബാദ് വിമാനത്താവളത്തിൽ വെച്ച് ഇയാൾ ആരോടാണ് തട്ടിക്കയറിയത്? നമ്മുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരായിട്ടുള്ള CRPF-കാരോടാണ് ഇയാൾ തട്ടിക്കയറിയത്. അന്ന് CRPF-കാരെ ഇവിടെ ആ വിമാനത്താവളത്തിൽ വെച്ച് അടങ്കൽ തെറി വിളിച്ചു. ഇയാൾ ആ CRPF-കാരെ വെല്ലുവിളിച്ചു. പിന്നീട് CRPF-കാർ പോലീസിനെ പരാതി നൽകി. അങ്ങനെ പോലീസ് എത്തിയാണ് ഇയാളെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുപോയത്. ആ കേസ് എന്തായി? നമ്മുടെ സുരക്ഷാ ഭടന്മാരെ, രാജ്യത്തിന്റെ കാവൽക്കാരായിട്ടുള്ള നമ്മുടെ സുരക്ഷാ ഭടന്മാരെ, വിമാനത്തിന്റെ കാവൽക്കാരായിട്ടുള്ള വിമാനത്താവളങ്ങളെ സൂക്ഷിക്കുന്ന നമ്മുടെ സുരക്ഷാ ഭടന്മാരെയാണ് ഇയാൾ വെല്ലുവിളിക്കുന്നത്. അങ്ങനെ വെല്ലുവിളിക്കാൻ ഇയാൾക്ക് ആരാണ് അധികാരം കൊടുത്തത്? അങ്ങനെ നമ്മുടെ വിമാനത്താവളത്തിന്റെ സുരക്ഷ ഉറപ്പാക്കേണ്ടുന്ന നമ്മുടെ സുരക്ഷാ സൈനികരെ ഇയാൾ വെല്ലുവിളിച്ചിട്ടും അതിനും ഇയാൾ ശിക്ഷിച്ചിട്ടില്ല എന്നോർക്കണം. ഈ ഓരോ തവണ ശിക്ഷിക്കാതെ പോകുമ്പോഴും ഇയാൾക്ക് ബലം കൂടുകയാണ്. ഞാൻ എന്തോ വലിയ സംഭവമാണ്, CRPF-നെ വെല്ലുവിളിച്ചിട്ട് പോലും എന്നെ ശിക്ഷിച്ചില്ല, അതുകൊണ്ട് ഇവിടുത്തെ നിയമ സംവിധാനം എനിക്ക് ബാധകമല്ല എന്ന നിലയിലാണ് ഇയാളുടെ ഓരോ പ്രവൃത്തികളും. അവിടെ കൊണ്ട് തീർന്നില്ല. 2023 ഒക്ടോബർ മാസത്തിൽ ഇയാൾ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലീസുകാരുടെ തട്ടിക്കയറി. അവിടെ വെള്ളമടിച്ച് നിന്നിട്ട് പോലീസുകാർ ബഹളം വെച്ചു. അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി, അവിടെ കിടന്ന് അലങ്കോലമാക്കി. ഇയാളുടെ പുറകെ പിന്നെ കുറേ എണ്ണം ക്യാമറയുമായിട്ട് ചെല്ലുന്നു മാധ്യമ പ്രവർത്തകർ. അപ്പോൾ ഇവിടെ ഇരട്ടി ഷോ. ഇയാൾ ഈ മാധ്യമങ്ങളെ കണ്ടപ്പോഴേക്കും ഇയാൾ എന്തോ വലിയ സംഭവമാണെന്ന് കരുതി പോലീസുകാരെ വെല്ലുവിളിക്കുന്നു. ഇങ്ങനെ സ്ഥിരം ഒരു പബ്ലിക് ന്യൂസൻസ് എന്ന് പോലും പറയാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു ക്രിമിനലിനെ എന്തുകൊണ്ടാണ് നിങ്ങൾ അഴിഞ്ഞാടാൻ വിടുന്നത്? ഇയാളെ 2 സിനിമയിൽ അഭിനയിച്ചെന്ന് പറഞ്ഞിട്ട് ഇയാൾക്ക് നിയമം ബാധകമല്ലേ? അവിടെ തീർന്നില്ല. ഇനി മാധ്യമ പ്രവർത്തകരോട് അന്ന് അശ്ലീല പരാമർശം നടത്തിയെന്ന പേരിൽ ഇയാൾ മാപ്പ് പറഞ്ഞു. 2025 മെയ് മാസത്തിൽ വീണ്ടും ഇയാൾ പ്രശ്നമുണ്ടാക്കി. കൊല്ലത്ത് ഒരു ഹോട്ടലിൽ വെച്ചിട്ട് കള്ളു കുടിച്ച് ബഹളം ഉണ്ടാക്കി അവിടെ കിടന്ന് അട്ടഹാസം കാണിച്ച ഇയാളെ അഞ്ചാലുംമൂട് പോലീസ് അറസ്റ്റ് ചെയ്തു. അഞ്ചാലുംമൂട് പോലീസ് കേരള പോലീസ് ആക്ടിലെ 118A പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തത്. പക്ഷേ പിന്നീട് ഇയാളുടെ ഒരു പെട്ടിയെടുപ്പുകാരൻ വന്നിട്ട് ജാമ്യം എടുത്തുകൊണ്ട് പോയി. ആ കേസ് എന്തായി? ആ കേസിൽ എന്തുകൊണ്ടാണ് ഇയാളെ ശിക്ഷിക്കാത്തത്? തീർന്നില്ല. 2023 ജൂലൈയിൽ അന്ന് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ആദരണീയനായ ഉമ്മൻചാണ്ടി അന്തരിച്ചപ്പോൾ ഇയാൾ എന്തൊരു വാക്കാണ്, എന്തൊരു വാചകമാണ് FB-യിൽ പറഞ്ഞത്. അത്രയ്ക്ക് അശ്ലീലമായ, അത്രയ്ക്ക് എന്താ പറയുന്നത്, കൊട്ടേഷൻ പറയാൻ തനി തെമ്മാടിത്തരം. ആ വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എങ്കിൽ പോലും പറയാം, അത്ര തെമ്മാടിത്തരം നിറഞ്ഞ വാക്കുകളാണ് അദ്ദേഹം ഉമ്മൻചാണ്ടിക്കെതിരെ വിശേഷിപ്പിച്ചത്. എന്നിട്ട് അവിടെ അന്ന് വലിയ ജനരോഷം ഉണ്ടായപ്പോൾ ഇയാൾ ഈ പോസ്റ്റ് മുക്കി തടിതപ്പി ഊരി. അതിനെതിരെ പോലും ഇയാളെ ശിക്ഷിച്ചിട്ടില്ല, അതിനെതിരെ പോലും കേസെടുത്തിട്ടില്ല. അവിടെ കൊണ്ട് 2019 കൽപ്പറ്റ CJM കോടതിയുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു കേസ് വന്നു. അവിടുത്തെ ഒരു സ്ത്രീ ഇയാളെ വയനാട്ടിലെ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചു. ആ സ്ത്രീയെ പച്ചത്തെറി കൊണ്ടാണ് ഇയാൾ അഭിഷേകം ചെയ്തത്. അതിനെതിരായിട്ട് 1 വർഷമെങ്കിലും കൃത്യം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. അവിടെയും സ്ത്രീത്വത്തെ അപമാനിച്ചതിന്റെ പേരിലാണ് ഇയാൾക്കെതിരെ കേസെടുത്തത്. അത് കൽപ്പറ്റ CJM കോടതിയിലാണ് അതിന്റെ കുറ്റപത്രം സമർപ്പിച്ചത്. ആ കേസ് എന്തായി എന്ന് നമുക്ക് ഇതുവരെയായിട്ടും അറിയില്ല. 1 വർഷം ഇയാൾ ഒന്നുമില്ലാതെ ആ ഒരു ഫോൺ സംഭാഷണം മാത്രം തെളിവെടുത്തുകൊണ്ട് ഇയാളെ പിടിച്ചകത്താക്കാവുന്നതാണ്. എന്തുകൊണ്ടാണ് ഈ വിനായകൻ എന്ന് പറയുന്ന ഈ ക്രിമിനൽ സ്വഭാവം കാണിക്കുന്ന, പോലീസ് സ്റ്റേഷനിൽ കയറി കയറുന്ന, പോലീസുകാരെ വെല്ലുവിളിക്കുന്ന, CRPF-നെ വെല്ലുവിളിക്കുന്ന, നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെ അപമാനിക്കുന്ന, സ്ത്രീകളെ അപമാനിക്കുന്ന ഇയാൾക്കെതിരെ എന്തുകൊണ്ടാണ് നിയമ നടപടി എടുക്കാത്തത്? എന്തുകൊണ്ടാണ് ഇയാളെ ശിക്ഷിക്കാത്തത്? ഇയാൾക്കെതിരെ FIR ഇടുന്നുണ്ട്, ഇയാൾക്കെതിരെ കേസെടുക്കുന്നുണ്ട്. പക്ഷേ ആ കേസൊക്കെ പിന്നെ എവിടെ പോയി എന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. എന്താണ് അവിടുത്തെ ഒരു പ്രശ്നം? ഇയാൾ നടനായതുകൊണ്ടാണ്. സിനിമയിൽ അഭിനയിച്ച എന്താണ് കൊമ്പുണ്ടോ? സിനിമാക്കാർക്ക് എന്താ കൊമ്പുണ്ടോ? ഇയാൾ സിനിമയിൽ അഭിനയിച്ച എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ നിയമം ഇയാൾക്ക് ബാധകമല്ലേ? നമ്മൾ സാധാരണക്കാരനാണ് ഇത് ചെയ്തതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കുക. നമ്മളെ ഈ പോലീസുകാർ വിടുവോ? നമ്മളെ ഈ നിയമ സംവിധാനങ്ങൾ വിടുവോ? നമ്മുടെ പുറകെ നടന്നുകൊണ്ട് നമ്മളെ എങ്ങനെയെങ്കിലും അകത്താക്കി നമ്മളെ ശിക്ഷിക്കുന്നത് വരെ ഇവർ നമ്മുടെ പുറകെ നടക്കും. പക്ഷേ ഇയാൾക്കെതിരെ എന്താണ് നടക്കാത്തത്? ഇയാൾ 4-5 സിനിമയിൽ അഭിനയിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ആരാണ്? ഇയാൾ നമ്മുടെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കാൻ ഇയാൾ ആരാണ്? ഇയാളെ ശിക്ഷിക്കണം. കൃത്യമായി ഇയാളെ ശിക്ഷിച്ചില്ല എങ്കിൽ ഇയാൾ നാടിന് അപകടകരമായ രീതിയിൽ പെരുമാറുന്ന ഒരാളാണ്. ഇയാൾ നാളെ ഒരു ക്രൈം ചെയ്താൽ അതിന് ആരെങ്കിലും കുത്തിക്കൊന്നാലോ ആരെങ്കിലും വെട്ടിക്കൊന്നാലോ ആരാണ് ഇതിന് ഉത്തരവാദിത്വം പറയേണ്ടത്? അങ്ങനെയുള്ള സ്വഭാവക്കാരനാണ് ഇയാൾ. മദ്യപിച്ച് കാണിക്കുന്ന കൂത്താട്ടങ്ങൾ നമ്മൾ കാണുന്നതാണ് സോഷ്യൽ മീഡിയ വഴി. ഇങ്ങനെ ഒരാളെ പരസ്യമായി
കേരളം പോലുള്ള സംസ്കാര സമ്പന്നമായിട്ടുള്ള ഒരു സമൂഹത്തിന് മുന്നിൽ അഴിഞ്ഞാടാൻ വിടുന്നത് ഇവിടുത്തെ നിയമപാലകരുടെ അനാസ്ഥ തന്നെയാണ്. അവർ കൃത്യമായി ഇയാൾക്കെതിരായിട്ടുള്ള നിയമ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുവെങ്കിൽ തീർച്ചയായും ഇയാൾ അകത്ത് കിടക്കേണ്ട ആൾ തന്നെയാണ്. ഒരു ദിവസം പോലും പുറത്തു നിൽക്കേണ്ട ആളല്ല. ഇയാൾ കൊടും ക്രിമിനലായിട്ടുള്ള ഒരാളാണ്. ഇയാൾ നാളെ ആരെങ്കിലും വെട്ടിക്കൊന്നാൽ നമ്മൾ എന്ത് സമാധാനം പറയും? ഇയാൾ അത്തരത്തിൽ പെരുമാറുന്നയാളാണ്. ഇയാളുടെ വീഡിയോ കണ്ട് നോക്കിയാൽ അറിയാം, യാതൊരു സ്വബോധവും ഇല്ലാതെ മദ്യപിച്ച് തുണിയില്ലാതെ എന്തും കാണിക്കുന്നവനാണ് ഇയാൾ. അവനെ പിടിച്ചിട്ട് ആരാണ് പേടിക്കുന്നത്? ഇയാളെ എന്തിനാണ് പേടിക്കുന്നത്? ഇയാളെ കൃത്യമായി നിയമ സംവിധാനത്തിന് മുന്നിൽ കൊണ്ടുവരൂ, ഇയാളെ കൃത്യമായി ശിക്ഷിക്കൂ. എന്നിട്ട് നമ്മുടെ കേരള സമൂഹത്തെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ പെങ്ങന്മാരെ, നമ്മുടെ അമ്മമാരെ, സഹോദരങ്ങളെ ഒക്കെ വിനായകൻ എന്ന് പറയുന്ന ഇയാളിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടത് ഇവിടുത്തെ പോലീസിന്റെയും നിയമ സംവിധാനങ്ങളുടെയും ബാധ്യതയാണ്. അത് നടപ്പിലാക്കിയില്ല എങ്കിൽ ഇയാൾ വീണ്ടും വീണ്ടും ഇത്തരത്തിൽ നമ്മുടെ നെഞ്ചിൽ കയറി അഴിഞ്ഞാടും. കേരളത്തിന്റെ പൊതു സംസ്കാരത്തെ മലിനപ്പെടുത്തുന്ന ഇയാളെ എത്രയും വേഗം തുറുങ്കൽ അടയ്ക്കുക എന്നുള്ളതാണ് പോലീസുകാർക്ക് ചെയ്യാവുന്ന ഏറ്റവും ചെറിയ കാര്യം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.